ഞാൻ ഡോക്ടർ ഉണ്ണിമായ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എനിക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടായ സമയത്ത് കുറെ പേര് കൗതുകത്തോടെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇരട്ട കുട്ടികൾ ഉണ്ടാവുന്നത്, ഈ ട്വിൻസ് ഉണ്ടാവാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നൊക്കെയുള്ളത്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അതായത് എങ്ങനെയാണ് ട്വിൻസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ ട്വിൻസ് ഉണ്ടാവാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സ് മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല, അതെല്ലാവരും അറിഞ്ഞിരിക്കണം. എല്ലാ സാധാരണക്കാർക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇരട്ട കുട്ടികൾ രണ്ട് തരത്തിലാണുള്ളത്. നമ്മൾ പൊതുവെ പറയുന്നത് മോണോസൈക്കോട്ടിക്കും ടൈസൈക്കോട്ടിക്കും. അപ്പൊ ഇത് പറയുന്നത് ഒരു അണ്ഡത്തിൽ നിന്ന് ബീജത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ട്വിൻസും രണ്ട് വ്യത്യസ്ത അണ്ഡത്തിൽ നിന്നും ബീജത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ട്വിൻസും. അപ്പോ നിങ്ങൾ ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നതാണ് സ്ത്രീകളുടെ ഗർഭാശയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗർഭാശയം ശരിക്കും ഒരു മനുഷ്യൻ ഇങ്ങനെ കൈ വിരിച്ചു നിൽക്കുന്ന പോലെയാണ് അല്ലെ. അപ്പോ ഈ കൈയുടെ അറ്റത്തായിട്ട് നിങ്ങൾ കാണുന്ന ആ റൗണ്ടിന് വെള്ള കളറിലുള്ളതാണ് സ്ത്രീകളുടെ അണ്ഡാശയം എന്ന് പറയുന്നത്, ഓവറി എന്ന് പറയും. അപ്പൊ ഇതിനകത്താണ് എന്തുണ്ടാവുന്നത്, ഓവം ഉണ്ടാവുന്നത്, സ്ത്രീകളുടെ അണ്ഡം ഉണ്ടാവുന്നത്. അപ്പൊ അത് ഉണ്ടാവാൻ ഏകദേശം ഒരു മാസം സമയമെടുക്കും. അപ്പൊ എല്ലാ മാസവും ഇതിലെ ഒരു അണ്ഡാശയത്തിൽ നിന്നും ഒരണ്ഡം പുറത്തേക്ക് റിലീസ് ചെയ്യും. അപ്പൊ പൊതുവെ സാധാരണയായിട്ട് ഒരു മാസത്തിൽ ഒരു അണ്ഡാശയത്തിൽ നിന്ന് ഒരണ്ഡം മാത്രമാണ് പൊതുവെ എന്ത് ചെയ്യാം, റിലീസ് ചെയ്യാം. അപ്പൊ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ട്യൂബിൽ അത് വന്നിരിക്കും. ഏകദേശം ഒരു 2 ദിവസം അവിടെ വന്നിരിക്കും. അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്ന ആ 2 ദിവസം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിനടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഈ പുരുഷ ബീജം അതായത് സ്പേം ഈ യൂട്രസിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു കാണും. അതായത് സ്പേം ഒരു കോശമാണ്, അതിനകത്തുള്ള ന്യൂക്ലിയസും ഓവത്തിനകത്തുള്ള ന്യൂക്ലിയസും ജോയിൻ ചെയ്തിട്ട് ഒരു കോശം ഉണ്ടാവും. അപ്പൊ ഈ ഒരു കോശം എന്ത് ചെയ്യും, ഒരു കോശം 2 ആവും, 2 കോശം 4 ആവും, 4 കോശം 8 ആവും. അങ്ങനെ വിഭജിച്ച് ഉണ്ടാവും, ഓരോരോ കൂട്ടമാവും ഈ കോശങ്ങൾ. അങ്ങനെ ഓരോ കൂട്ടം വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ വിഭജിച്ചിട്ടാണ് ഓരോ അവയവങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരം ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ പറയില്ലേ, പുറത്തുള്ള വസ്തുക്കളെ കുറിച്ച് നമ്മൾ എന്ത് പറയും, എല്ലാം ഉണ്ടായിട്ടുള്ളത് ആറ്റത്തിൽ നിന്നാണെന്ന് പറയും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരം ഉണ്ടായിട്ടുള്ളതും കോശമാണ്, നിറച്ച് കോശങ്ങളാണ്. ഈ കോശങ്ങളാണ് എന്തായിത്തീരുന്നത്, ഒരു കുഞ്ഞായിട്ട് മാറുകയാണ്. അപ്പോ ഈ മോണോസൈക്കോട്ടിക് ട്വിൻസ് അതായത് ഒരു അണ്ഡത്തിൽ നിന്നും ഒരു ബീജത്തിൽ നിന്നും ഉണ്ടായ ട്വിൻസ് ഇത്തരത്തിൽ യുണൈറ്റ് ചെയ്ത് അതായത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഭ്രൂണമാവുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അത് 2ആയി വിഭജിക്കും. 2ആയിട്ട് ഇങ്ങനെ വിഭജിച്ച് 2 കുഞ്ഞുങ്ങളായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ പലപ്പോഴും കാണാൻ ഒരേപോലെ ഉണ്ടാവും. നിങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവാത്ത വിധത്തിൽ ഒരേപോലെയുള്ള ട്വിൻസ് അവർ ഇത്തരത്തിലാണ് ഉണ്ടാവുന്നത്. കാരണം അവര് ഒരു ബീജത്തിൽ നിന്നും ഒരു അണ്ഡത്തിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് അവർക്ക് ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ടാവും. പലപ്പോഴും എന്താ പറയാ, ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഒരു വയ്യായിക വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അടുത്ത കുഞ്ഞിനും വരും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സയന്റിഫിക് ആയിട്ട് എനിക്ക് അറിയില്ല. അവർ ഒന്നിച്ച് നിൽക്കണമെന്നില്ല. അവര് വേറെ വേറെ സ്ഥലത്താണെങ്കിൽ പോലും എന്തായിരിക്കും, ഒരാൾക്ക് വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ആൾക്കും വയ്യാണ്ടാവും. ഓക്കെ, ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ടാവും. ജനറ്റിക്കലി അവർ വളരെ സിമിലാരിറ്റി കാണിക്കുന്ന ട്വിൻസ് ആണ് അവര്. ഓക്കെ, അതാണ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് ട്വിൻസ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാറ്റഗറി അതായത് ഡൈസൈക്കോട്ടിക് ട്വിൻസ് എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്ത അണ്ഡത്തിൽ നിന്നും 2 വ്യത്യസ്ത ബീജത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ട്വിൻസ്. അപ്പൊ ഇതെങ്ങനെയുണ്ടാവുന്നതെന്ന് നോക്കാം. ഇതേപോലെ ഞാൻ പറഞ്ഞു, കോമൺ ആയിട്ട് കാണുന്നത് ഒരു മാസം ഒരു അണ്ഡാശയത്തിൽ നിന്ന് ഒരണ്ഡം മാത്രമാണ് റിലീസ് ചെയ്യുന്നത്. എന്നാൽ ചില സ്ത്രീകളിൽ ചില സമയങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, ഈ 2 അണ്ഡാശയത്തിൽ നിന്നും ഒരു മാസം ഒന്ന് റിലീസ് ചെയ്യുന്നതിന് പകരം 2 റിലീസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ആ സമയത്ത് പുരുഷ ബീജം ഗർഭാശയത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഈ 2 അണ്ഡവും എന്ത് സംഭവിക്കുന്നു, ഭ്രൂണമായിട്ട് മാറുന്നു. അപ്പൊ അവരെന്താണ്, 2 വ്യത്യസ്ത കുഞ്ഞുങ്ങളാണ്. 2 വ്യത്യസ്ത കുഞ്ഞുങ്ങൾ ഒരേ സമയത്ത് ഉണ്ടാവുന്നതാണ് ഈ ട്വിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവര് വലുതായിട്ടാണ് ഈ പറയുന്ന കാറ്റഗറി ഓഫ് ട്വിൻസ് ഉണ്ടാവുന്നത്. അപ്പൊ അവര്
ഇപ്പൊ നമ്മൾ കാണുമ്പോഴാണെങ്കിലും അവർക്ക് അധികം സിമിലാരിറ്റീസ് ഉണ്ടാവില്ല. അവരുടെ ക്യാരക്ടർ ആണെങ്കിലും ഇഷ്ടങ്ങളാണെങ്കിലും എല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും. അതിന്റെ റീസൺ ഇതാണ്, രണ്ടു പേരിലുള്ള ജെനറ്റിക്സ് എന്താണ്, ഡിഫറെന്റ് ആണ്. വ്യത്യസ്തമാണോ, വ്യത്യസ്ത ബീജമാണ്. അതുകൊണ്ട് വ്യത്യസ്ത സ്വഭാവമായിരിക്കും, വ്യത്യസ്ത ഇഷ്ടങ്ങളായിരിക്കും. രണ്ടുപേർക്കും ചിലപ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ടാവില്ല. രണ്ട് കുട്ടികളായിട്ട് തന്നെയാണ് അവര് കാണാനുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് തരത്തിലുള്ള ട്വിൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ഇത്ര വിശദീകരിച്ച് പറഞ്ഞു തരാനുള്ള റീസൺ, എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരം ഉണ്ടാവുന്നത്, എത്തരത്തിലാണ് ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ ഡോക്ടേഴ്സ് മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമല്ല. എല്ലാവരും, എല്ലാ സാധാരണക്കാരും ഇത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമായത് കൊണ്ട് തന്നെയാണ് ഇത് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്തൊക്കെയാണ് ഇരട്ടക്കുട്ടികൾ ഉണ്ടാവാനുള്ള കാരണം? അതുകൂടാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവാൻ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അതിലേക്ക് വരാം. അപ്പോൾ ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് പാരമ്പര്യമാണ്, ഫാമിലി ഹിസ്റ്ററി. അത് സ്ത്രീയുടെ ഫാമിലി ഹിസ്റ്ററി ആയിരിക്കണം വേണ്ടത്. അതായത് ഈ പറയുന്ന പോലെ വിഭജിക്കുന്നതാണെങ്കിലും അല്ല, 2 ഓവം റിലീസ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം നടക്കുന്നത് സ്ത്രീയുടെ ശരീരത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ഫാമിലിയിൽ എന്തുണ്ടാവണം, ട്വിൻസിന്റെ ഹിസ്റ്ററീസ് ഉണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇനി രണ്ടാമതായിട്ട് 30 വയസ്സിന് മേലെ പ്രായമുള്ള സ്ത്രീകളിൽ ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു. ഇനി അതുകൂടാതെ ഒത്തിരി പ്രസവം നടന്നിട്ടുള്ള സ്ത്രീകളിൽ, അതായത് ഒരു 5-ന് മേലെയൊക്കെ പ്രസവം നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നും പറയുന്നു. ഇനി അതുകൂടാതെ മറ്റൊരു സാധ്യത, ഉയർന്ന BMI അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതലുള്ള സ്ത്രീകളിൽ ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നും പറയുന്നുണ്ട്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വൈകുന്നവര് കഴിക്കുന്ന മരുന്നുകൾ അത് കൂടുതൽ പ്രവർത്തിക്കുന്നത് ഓവുലേഷൻ നടക്കാനായിട്ടാണ്. അതായത് അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡം പുറത്തേക്ക് വരുന്നതിനെയാണ് ഓവുലേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഓവുലേഷൻ നടക്കാനായിട്ടുള്ള മരുന്നുകളാണ് കൂടുതലായിട്ടും കഴിക്കുന്നുണ്ടാവുക. അപ്പൊ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഓവം റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് IVF പോലുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നവരിലാണ്. അപ്പൊ IVF എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഭ്രൂണത്തെ ഉണ്ടാക്കി ഗർഭാശയത്തിലേക്ക് വെച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ പൊതുവെ എന്ത് ചെയ്യാറുണ്ട്, 2 or 3 ഒക്കെ വെച്ചു കൊടുക്കാറുണ്ട്. അതിന് കാരണം അത് പിടിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ടാണ്. അപ്പൊ ചിലരിൽ അത് ഒന്നും പിടിക്കാതെ വരാം, ചിലരിൽ 1 മാത്രം പിടിക്കും. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ചില കേസിൽ എന്ത് സംഭവിക്കും, ഈ വെച്ചതെല്ലാം തന്നെ ഇപ്പൊ 2 ആണെങ്കിൽ അല്ലെങ്കിൽ 3 ആണെങ്കിൽ ചിലപ്പോൾ 4 ആയിരിക്കാം, അതെല്ലാം തന്നെ പിടിച്ചിട്ട് മൾട്ടിപ്പിൾ പ്രഗ്നൻസി കാണിക്കാറുണ്ട്. 2 or 3 ഒക്കെ കുട്ടികൾ ഒന്നിച്ചുണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ട്വിൻസ് ഉണ്ടാവാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഓവുലേഷൻ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചു നോക്കാം. ഓക്കെ, അത്തരത്തിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അത്തരത്തിൽ ഓവുലേഷനെ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോ ഇതിന് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ നമ്മള് ട്വിൻസ് എന്നല്ല കുട്ടികളെ നോക്കുന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, പുകവലിയും മദ്യപാനവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്ത് നോക്കാം, ഈ ഒരു ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം വരുന്നത് ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അതായത് ചീര, മുട്ട, ബദാം പോലെയുള്ള ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഈ ഫോളിക് ആസിഡ് ഓവുലേഷനെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇനി അത് കൂടാതെ പറയുന്നത് മധുരക്കിഴങ്ങാണ്, നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. പിന്നെ അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ. ഈ പാലുൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ചീസൊക്കെ ഡെയിലി എടുക്കുന്ന ആൾക്കാരിൽ, ചീസ്, ബട്ടർ, ഗീ, കേർഡ്, ഒരുവിധം മിൽക്ക് ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളിൽ, സ്ത്രീകളിൽ കൂടുതലായിട്ട് ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യത കണ്ടുവരുന്നു എന്ന് പറയുന്നു. ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് ഞാൻ വരികയാണ്. ഒരു കുഞ്ഞുണ്ടാവുക അല്ലെങ്കിൽ ഒരു ജീവൻ ഉണ്ടാവുക, അത് ഭൂമിയിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് വളരെ അത്ഭുതം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. കൂടാതെ ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും ഇതിലെല്ലാം സയൻസിന് അതീതമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും അത്തരത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ട്വിൻസ് ആണെങ്കിലും അല്ലെങ്കിലും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയാണ് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.
എന്റെ ചാനൽ വീഡിയോസ് തുടർന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.